സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. ജസ്നാസ് കെമിസ്ട്രി ക്ലാസ്സിൽ ഇതാ ഈ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിയേക്കുക. അപ്പോൾ യു ക്യാൻ സബ്സ്ക്രൈബ് ആൻഡ് റെഗുലർ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ബെൽ ഐക്കൺ ഞെക്കി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഓൾ ഞെക്കിയാൽ നിങ്ങൾക്ക് ഡെയിലി ഉള്ള അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ചെയ്യാത്തവരൊക്കെ ചെയ്യുക. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ടോപ്പിക്സ് ക്ലിയറായി കാണുന്നില്ല എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യേണ്ടത് ജസ്നാസ് കെമിസ്ട്രി ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഹോം ഉണ്ട്, അതിൻ്റെ തൊട്ടടുത്ത് വീഡിയോസ് മുകളിൽ പ്ലേലിസ്റ്റ് കാണാം. പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ ഫോൾഡറിൽ കാണാം. ഗ്രേഡ് 10 സ്റ്റേറ്റ്, ഗ്രേഡ് 9. അതിൽ നിങ്ങൾക്ക് ഏതാണോ ആവശ്യമുള്ളത് ആ ഫോൾഡർ ക്ലിക്ക് ചെയ്താൽ മതി. ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് ബൈമോളിക്കുലാർ പറഞ്ഞു, അതായത് SN2 റിയാക്ഷൻ ആയിരുന്നു ആദ്യം പറഞ്ഞത്. ഇവിടെ ഇതാ നമ്മൾ SN1 റിയാക്ഷനാണ് പറയുന്നത്. അപ്പം SN2 എന്താണുള്ളത് അതിൻ്റെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് SN1 എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു SN2 എന്ന് പറയുന്നത് പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ്സ് ആയിരുന്നു കൂടുതൽ കാണിച്ചുകൊണ്ടിരുന്നത്. എന്തുകൊണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു, അതായത് ഹിസ്റ്ററിക് ഹിൻഡ്രൻസ് വരുമ്പോൾ ന്യൂക്ലിയോഫൈലിന് വന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു. ഹിയർ ദിസ് SN1 റിയാക്ഷൻ ഇസ് മെയിൻലി ക്യാരിഡ് ഔട്ട് ബൈ ടേർഷ്യറി ആൽക്കൈൽ ഹാലൈഡ്. ടേർഷ്യറി ആൽക്കൈൽ ഹാലൈഡ്സ് ആണ് SN1 റിയാക്ഷൻ മെയിൻലി നടക്കുക. ടേർഷ്യറി ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറഞ്ഞാൽ ദി ഹാലോജൻ ആറ്റം ടു വിച്ച് the carbon atom is attached to 3 other carbon atom. ഹാലോജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റം വേറെ 3 കാർബണായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ടേർഷ്യറി ഹാലൈഡ്സിലാണ്. സോ ഇതിൻ്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത് ടേർഷ്യറി ഹാലൈഡ്സ് പെട്ടെന്ന് SN1 റിയാക്ഷൻ, ദെൻ കം സെക്കൻഡറി, എന്നിട്ടേ പ്രൈമറി ആൽക്കൈൽ ഹാലൈഡുള്ളൂ. പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ഹാസ് എ ഗ്രേറ്റർ പ്രിഫറൻസ് ഫോർ SN2 റിയാക്ഷൻ. ഇനി പറയുന്നത് റേറ്റ് ഓഫ് ദ റിയാക്ഷൻ. ഇറ്റ് ഈസ് മെയിൻലി ക്യാരിഡ് ഔട്ട്, അത് സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മെയിൻലി ക്യാരിഡ് ഔട്ട് ഇൻ എ പ്രോട്ടിക് സോൾവെൻറ്റ്. ഈ ഒരു റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നത് പ്രോട്ടിക് സോൾവെൻസിലാണ്. അപ്പം എന്ത് പ്രോട്ടിക് സോൾവെൻസ് പറഞ്ഞാൽ ഹൈഡ്രജനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന സോൾവെൻസിനെയാണ് നമ്മൾ പ്രോട്ടിക് സോൾവെൻസ് എന്ന് പറയുന്നത്. സോ എക്സാമ്പിൾ H2O, ആൽക്കഹോൾ, എസറ്റിക് ആസിഡ്. അപ്പം ഇതിൻ്റെയൊക്കെ പ്രസൻസിലേ ഉള്ളൂ ഈ ഒരു റിയാക്ഷൻ നടക്കുള്ളൂ. അതായത് നമ്മുടെ SN1 റിയാക്ഷൻ ടേർഷ്യറി ആൽക്കൈൽ ഹാലൈഡിലാണ് നടക്കുക. പിന്നെ ഇത് പ്രോട്ടിക് സോൾവെൻസിൻ്റെ പ്രസൻസിലെ വൈ ദിസ് പ്രോട്ടിക് സോൾവെൻ്റ് എന്നുള്ള നമ്മുടെ ഈ മെക്കാനിസം എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് പറയുന്നതായിരിക്കും. മെയിൻലി ക്യാരിഡ് ഔട്ട് ഇൻ പ്രോട്ടിക് സോൾവെൻറ്റ്. ഇനി ഇത് SN1 ആണെങ്കിൽ പോലും നമുക്ക് ഈ 1 കാണുമ്പോൾ തോന്നും എപ്പോഴും കൺഫ്യൂഷൻ വരുന്നത് SN1 ആയതുകൊണ്ട് ഇത് 1 സ്റ്റെപ്പ് പ്രോസസ്സ് അല്ല. ദിസ് ഇസ് എ 2 സ്റ്റെപ്പ് പ്രോസസ്സ്. എളുപ്പമല്ലേ ആലോചിക്കാൻ. 1 ഉള്ളത് കൊണ്ട് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഇത് റിയാക്ഷൻ. അങ്ങനെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇത് ഒരു 2 സ്റ്റെപ്പ് പ്രോസസ്സാണ്. SN2 ആണ്, അതൊരു 1 സ്റ്റെപ്പ് പ്രോസസ്സും SN1 എന്ന് പറയുന്നത് ഒരു 2 സ്റ്റെപ്പ് പ്രോസസ്സാണ്. ഇതൊന്നും നമ്മൾ പറയുന്നതോ ഉണ്ടാക്കിയതോ അല്ല. റിയാക്ഷൻസിൻ്റെ ഓരോ കോമ്പൗണ്ട് റിയാക്ട് ചെയ്യുന്ന മെത്തേഡ് അവരെ പ്രോഡക്റ്റും കാണുമ്പം അതിൽ കൂടുതൽ റെഫറൻസും കെമിക്കൽ റിയാക്ഷൻസും ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അല്ലാതെ നമ്മൾ വിചാരിക്കുക അതെന്താ ഇവിടെ SN1 SN2 ഇത് നമ്മൾ ഉണ്ടാക്കുന്ന ഒന്നുമല്ല. ഈ പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ 2 പ്രൊഡക്റ്റ് കിട്ടുന്നു, ഒന്നേ മാത്രം ഇങ്ങനെ കിട്ടുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ വരുമ്പോഴാണ് ഒരു മെക്കാനിസം എന്ന് പറയുന്ന കാര്യം നമുക്ക് പഠിക്കേണ്ടി വരുന്നത്. സോ SN1 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ 2 സ്റ്റെപ്പ് പ്രോസസ്സാണ്. ഇറ്റ് ഇസ് മെയിൻലി ക്യാരിഡ് ഔട്ട് ബൈ ടേർഷ്യറി ഹാലൈഡ്സ് ആണ്. ഈ ഒരു റിയാക്ഷൻ നടക്കുക ഇൻ ദ പ്രസൻസ് ഓഫ് എ പ്രോട്ടിക് സോൾവെൻറ്റ് ലൈക്ക് H2O, ആൽക്കഹോൾ, എസറ്റിക് ആസിഡ് പോലെയുള്ള പ്രോട്ടിക് സോൾവെൻറ്റ്. ഇനി നമ്മളിതിൻ്റെ മെക്കാനിസം നോക്കുക, എന്തൊക്കെയാണ് നടക്കുന്നത്. ഫോർ ദാറ്റ് വി ആർ കൺസിഡറിങ് എൻ എക്സാമ്പിൾ ഓഫ് ടേർഷ്യറി ബ്യൂട്ടൈൽ ബ്രോമൈഡ്. അതായത് ടേർഷ്യറി ബ്യൂട്ടൈൽ ബ്രോമൈഡാണ് നമ്മളിവിടെ എക്സാമ്പിളായിട്ട് കൺസിഡർ ചെയ്യുന്നത്. നോക്കാം. അപ്പം ഇതാണ് ടേർഷ്യറി ബ്യൂട്ടൈൽ ബ്രോമൈഡ്. അപ്പോൾ ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്താ നമ്മൾ ആദ്യം പറയുക തിയറി ആയിട്ട്. അതായത് നമുക്കറിയാം പോളറൈസ്ഡ് ആയിട്ടുള്ള CX ബോണ്ട് അല്ലേ, പോളറൈസ്ഡ് ആണല്ലോ അല്ലേ. ഇത് പോളറൈസ്ഡ് എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. ഈ പോളറൈസ്ഡ് ആയിട്ടുള്ള CX ബോണ്ട് അണ്ടർഗോ സ്ലോ ക്ലീവേജ്. ഒരു സ്ലോ ക്ലീവേജ് തന്നെ ബ്രേക്ക് ചെയ്തിട്ട് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ കാർബോകാറ്റയോൺ. അതൊരു കാർബോകാറ്റയോൺ എന്ന് പറഞ്ഞാൽ പ്ലസ് ചാർജുള്ള
ഒരു കാർബൺ അയോണിനാണ് കാർബോ കാറ്റയോൺ എന്ന് പറയുക. ഇൻ ദ പ്രസൻസ് ഓഫ് എ ന്യൂക്ലിയോഫൈൽ, ഒരു ന്യൂക്ലിയോഫൈലിൻ്റെ പ്രസൻസിൽ. അപ്പോൾ എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്? ഈ CBr ബോണ്ട് ബ്രേക്ക് ചെയ്യുകയാണ്. ബ്രേക്ക് ചെയ്തിട്ട് ക്ലീവേജ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ചെയ്തിട്ട് ഒരു കാർബോ കാറ്റയോൺ ഫോം ചെയ്യും. ആൻഡ് ഇറ്റ് ഇസ് എ സ്ലോ സ്റ്റെപ്പ്. ഇതാണ് ഈ ഒരു റിയാക്ഷൻ്റെ സ്ലോ സ്റ്റെപ്പ്. എന്താ ചെയ്യുന്നത്? ഇവിടെ ബ്രോമിൻ അങ്ങ് പോയി, എന്നിട്ട് ഈ കാർബോ കാറ്റയോൺ എന്ന് പറഞ്ഞ ഒരാളവിടെ ഉണ്ടാവുക. കാർബോ കാറ്റയോൺ എന്ന് പറഞ്ഞാൽ പ്ലസ് ചാർജുള്ള ഒരു കാർബൺ. ഇയാളങ്ങ് ബ്രേക്ക് ചെയ്ത് പോവുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, അപ്പോൾ Br മൈനസ് ആയിട്ട് അവിടെ ഉണ്ടാവും. അപ്പോൾ ഇത് ഇലക്ട്രോണിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതിന് കയ്യിൽ എന്തുണ്ടാവും? പോസിറ്റീവ് ചാർജ്. അങ്ങനെ ഒരു കാർബോ കാറ്റയോൺ ഇവിടെ ഫോം ചെയ്യും. ദിസ് ഇസ് ദ സ്ലോ സ്റ്റെപ്പ് ആൻഡ് ഇറ്റ് ഇസ് ദ റേറ്റ് നമുക്കറിയാം, ഒരു റിയാക്ഷൻ്റെ റേറ്റ് ഡിറ്റർമിൻ ചെയ്യാം ആ റിയാക്ഷനിലെ സ്ലോ സ്റ്റെപ്പാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ്, ഈ ഒരു SN1ൻ്റെ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് ബോണ്ട് ബ്രേക്കിംഗ് ആയിട്ട് പോയിട്ടൊരു കാർബോ കാറ്റയോൺ ഫോം ചെയ്യുന്നത്. അപ്പം ഇതാണ് ഇതിൻ്റെ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. ഇറ്റ് ടേക്ക് പ്ലേസ് ഇൻ ദ പ്രസൻസ് ഓഫ് എ ന്യൂക്ലിയോഫൈൽ. ഇനി സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താ? ഈ കാർബോ കാറ്റയോൺ, അതായത് പ്ലസ് ചാർജുള്ള കാർബോ കാറ്റയോൺ എന്ത് ചെയ്യും? OH മൈനസ് ന്യൂക്ലിയോഫൈലുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഇറ്റ് വിൽ പ്രൊഡ്യൂസ്, എന്ത് പ്രൊഡ്യൂസ് ചെയ്തു? കണ്ടോ? കറസ്പോണ്ടിങ് ആൽക്കഹോൾ പ്രൊഡ്യൂസ് ചെയ്തു. ഇതെന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഇത് ഒരു ആൽക്കഹോൾ പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ഇൻ ദിസ് സ്റ്റെപ്പ് ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് at the carbocation center. Nucleophile attack the carbocation center to give the product. അതായത് ഈ കാർബോകാറ്റയോൺ, ഇതിന് പ്ലസ് ചാർജ് അല്ലേ, അപ്പോൾ ഒരു ന്യൂക്ലിയോഫൈൽ ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്തിട്ട് അതെന്ത് ചെയ്യാണ്? ഒരു ആൽക്കഹോളിനെ പ്രൊഡ്യൂസ് ചെയ്താണ് ഇതിൻ്റെ ഒരു മെക്കാനിസം. ഇത് ഇസ് എ 2-step പ്രോസസ്സാണ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്തുണ്ടാവും? ഈ ടേർഷ്യറി ബ്യൂട്ടൈൽ ബ്രോമൈഡിൽ നിന്ന് Br, അതായത് ഹാലൈഡ് അയൺ ലീവിങ് ഗ്രൂപ്പ് അങ്ങ് പോകും. എന്നിട്ട് ഇവിടെ ഒരു കാർബോ കാറ്റയോൺ ഫോം ചെയ്യും. ഇതൊരു സ്ലോ സ്റ്റെപ്പാണ്. ഇറ്റ് ടേക്ക് പ്ലേസ് ഇൻ ദ പ്രസൻസ് ഓഫ് എ ന്യൂക്ലിയോഫൈൽ. ഇനി ഈ ന്യൂക്ലിയോഫൈൽ എന്ത് ചെയ്യും? ഇത് ഈ കാർബോ കാറ്റയോൺ സെൻറ്ററിൽ കയറി അറ്റാക്ക് ചെയ്തിട്ട് വി ആർ ഗെറ്റിംഗ് ആൻ ആൽക്കഹോൾ. ഇതാണ് ഇതിൻ്റെ മെക്കാനിസം. കാര്യം മനസ്സിലായോ? So SN1 is a reaction which is carried in 2-step process. എന്തുകൊണ്ടാണ് ഇത് 1 എന്ന് പറഞ്ഞത്? ദ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാ, ഈ സ്ലോ സ്റ്റെപ്പാണ്. സോ ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺലി അപ്പോൺ ദി കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്റ്റൻ. അതായത് ഈ കാർബോകാറ്റയോണിൻ്റെ ഈ ഒരു ബ്രേക്കിംഗ്, ഈ ഒരു ആൽക്കൈൽ ഹാലൈഡിൻ്റെ റേറ്റിനെ മാത്രം അത് ഡിറ്റർമിൻ ചെയ്യുന്നത് കൊണ്ടാണ് ഇതിന് എന്ത് പറയുന്നത്? സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് യൂണിമോളിക്കുലർ. ബിക്കോസ് ദി റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ഓൺലി ദ ആൽക്കൈൽ, ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡ്. ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ ന്യൂക്ലിയോഫൈൽ. വേറെ ആരെങ്കിലും റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓൺലി ഡിപ്പെൻഡ് അപ്പോൺ ദി റേറ്റ് ഓഫ് ദി റിയാക്ഷൻ ഓഫ് ദിസ് ആൽക്കൈൽ ഹാലൈഡ്. സിൻസ് ദിസ് റിയാക്ഷൻ, അപ്പോൾ ഈ ഒരു റിയാക്ഷനിൽ റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇയാളെ മാത്രം ആയതുകൊണ്ടാണ് ഇതിന് SN1 എന്ന് പറയുന്നത്. SN1 2 സ്റ്റെപ്പിലാണ് നടക്കുക. ഇറ്റ് ഈസ് മെയിൻലി ക്യാരിഡ് ഔട്ട് ബൈ ടേർഷ്യറി ഹാലൈഡ്സ് ആണ്. ആൻഡ് ഇറ്റ് ടേക്ക് പ്ലേസ് ഓൺലി ഇൻ ദ പ്രസൻസ് ഓഫ് എ പ്രോട്ടിക് സോൾവെൻറ്റ്. പ്രോട്ടിക് സോൾവെൻറ്റ്സ് ഏതൊക്കെയാണ്? വാട്ടർ, ആൽക്കഹോൾ, അസറ്റിക് ആസിഡ് എന്നുള്ളതൊക്കെയാണ്. ഇത് മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഇതിൻ്റെ ഡീറ്റെയിലേക്ക് ഒന്ന് പോവാം. അപ്പം ഗ്രേറ്റർ ദി സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺ, അതായത് കാർബോകാറ്റയോണിൻ്റെ സ്റ്റെബിലിറ്റി കൂടുകയാണെങ്കിൽ മാത്രമേ അതിന് ഗ്രേറ്റർ ടെൻഡൻസി ഉണ്ടാവുള്ളൂ. എൻ്റെ ആൽക്കൈൽ ഹാലൈഡിനെ പറഞ്ഞയച്ചിട്ട് അതിനൊരു കാർബോകാറ്റയോൺ ആവാനുള്ള ടെൻഡൻസി കൂടുതലുണ്ടാവുക. അപ്പോൾ നമുക്കറിയാം ടേർഷ്യറി കാർബോകാറ്റയോൺ, ടേർഷ്യറി ഗ്രൂപ്പ് ആണെങ്കിൽ എന്തായാലും കാർബോകാറ്റയോണിലാണെങ്കിൽ അതിൻ്റെ സ്റ്റെബിലിറ്റി കൂടും കമ്പയർഡ് ടു സെക്കൻഡറിനെക്കാട്ടും കാർബോകാറ്റയോണിൻ്റെ സ്റ്റെബിലിറ്റി ആർക്കാ കൂടുതൽ? ടേർഷ്യറിനെക്കാട്ടും കൂടുതലാണ് എന്ത്? സെക്കൻഡറിനെ കമ്പയർ ചെയ്യുമ്പോൾ പ്രൈമറിക്ക് കുറവാണ്. സോ എപ്പോഴും നിങ്ങൾ കണ്ടു ഫസ്റ്റ് സ്റ്റെപ്പ് SN2 എന്തെന്ന് കാർബോകാറ്റയോൺ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് കാർബോകാറ്റയോൺ ഫോം ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുക? SN2 എന്ന് പറഞ്ഞ റിയാക്ഷൻ നടക്കുള്ളൂ.
ഏറ്റവും പെട്ടെന്ന് കാർബോകാറ്റയോൺ ഫോം ചെയ്യുമ്പോൾ മാത്രമേ SN2 എന്ന് പറഞ്ഞ റിയാക്ഷൻ നടക്കും. അപ്പോൾ ടേർഷ്യറിയിലാകുമ്പം ഈ കാർബോകാറ്റയോൺ നല്ല സ്റ്റേബിളാണ്. സോ പെട്ടെന്ന് എന്ത് പറ്റും, ടേർഷ്യറിക്ക് SN2 നടത്താൻ പറ്റും. പിന്നെ സെക്കൻഡറി, ദെൻ കംസ് പ്രൈമറി. സോ ദി ഓർഡർ ഓഫ് SN2 ഇതാണെങ്കിൽ പഠിച്ച് നല്ലോണം വെക്കണം, ഒരിക്കലും കൺഫ്യൂസ്ഡ് ആവരുത്. മീൻസ് ഓർഡർ ഓഫ് SN1, ഇത് SN1-ൻ്റെ ആണ്. അപ്പോൾ SN2-ൻ്റെ എന്തായിരുന്നു നമ്മൾ പഠിച്ച പ്രൈമറി, ഇതായിരുന്നു SN2-ൻ്റെ. എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. ബിക്കോസ് SN2 എന്ന് പറയുന്നത് ഇറ്റ്സ് എ വൺ സ്റ്റെപ്പ് പ്രോസസ്സാണ്. വൺ സ്റ്റെപ്പ് പ്രോസസ്സ് ആയതുകൊണ്ട് ന്യൂക്ലിയോഫൈൽ ബാക്ക് കൂടെ വരും. അപ്പോൾ ഈ ടേർഷ്യറി ആകുമ്പോൾ അവിടെ സ്റ്റെറിക് ഹിൻഡ്രൻസ് വരും, കാര്യം നടക്കില്ല. SN1 എന്ന് പറഞ്ഞാൽ പതിയെ 2 സ്റ്റെപ്പായിട്ട് പോകുന്നൊരു പ്രോസസ്സാണ്. അപ്പോൾ ആദ്യം ഒരു കാർബോകാറ്റയോൺ ഫോം ചെയ്യണം. കാർബോകാറ്റയോൺ ഫോം ചെയ്താൽ സ്റ്റേബിലിറ്റി ഉള്ള കാർബോകാറ്റയോൺ എന്ന് പറഞ്ഞാൽ ടേർഷ്യറി കാർബോകാറ്റയോൺ ആണ്. സോ അതിനായിരിക്കും കൂടുതൽ ഈസ് ഫോർ ദ ഫോർമേഷൻ ഫോർ അണ്ടർഗോയിങ് SN1 റിയാക്ഷൻ. കാര്യം മനസ്സിലായോ? നല്ലോണം അത് ശ്രദ്ധിക്കുക, കൺഫ്യൂസ്ഡ് ആയി പോകരുത്. ഒരു ബേസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഇനിയാണ് നമ്മൾ പറഞ്ഞു എന്തായിരുന്നു, ഈ SN1 റിയാക്ഷൻ ഒരു പ്രോട്ടിക് സോൾവെൻസിൻ്റെ പ്രസൻസിലാണ് നടക്കുക എന്ന് പറഞ്ഞു അല്ലേ. വൈ? അപ്പം എന്തുകൊണ്ടാണെന്നുള്ളൊരു ആൻസർ ഞാൻ എളുപ്പത്തിൽ പറഞ്ഞുതരാം. ഇത് കേട്ട് ചിലപ്പോൾ ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. ബിക്കോസ് ഇൻ SN1 റിയാക്ഷൻ ഇറ്റ് ഇൻവോൾവ്സ് ദ ബോണ്ട് ബ്രേക്കിംഗ് ഓഫ് CBRൻ്റെ ബോണ്ട് ബ്രേക്കിംഗ് നടക്കും. ഫോർ വിച്ച് അല്ലേ, നമുക്കറിയാലോ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യാനല്ലോ അല്ലേ, CX എന്നുള്ള. ഫോർ വിച്ച് ദ എനർജി ഈസ് ഒപ്റ്റെയിൻഡ്. ഇതിനുള്ള എനർജി എവിടെ നിന്ന് ഒപ്റ്റെയിൻ ചെയ്യുന്നത്? എനർജി ഈസ് ഒപ്റ്റെയിൻഡ് through the solvation of halide ion, through the solvation of halide ion with the proton of protic solvent. എന്താ മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ലല്ലോ ആ സെൻറ്റൻസ്. ആൻസർ ഇതാണ് ശരിക്കും, എന്തുകൊണ്ടാണ് പ്രോട്ടിക് സോൾവെൻറ്റ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ പറഞ്ഞുതരാം. അതായത് നമുക്കറിയാം SN1 റിയാക്ഷനിൽ ഒരു കാർബോകാറ്റയോൺ ഫോം ചെയ്യുന്നുണ്ട് അല്ലേ, കാർബോകാറ്റയോൺ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പോളാർ പ്രോട്ടിക് സോൾവെൻറ്റ്സ് എന്ത് ചെയ്യും? ഇറ്റ് വിൽ മേക്ക് ന്യൂക്ലിയോഫൈലിനെ ലെസ് ന്യൂക്ലിയോഫിലിക് ആക്കും. പോളാർ പ്രോട്ടിക് സോൾവെൻറ്റ് മേക്ക് ദ ന്യൂക്ലിയോഫൈൽ ലെസ് ന്യൂക്ലിയോഫിലിസിറ്റി അതിൻ്റേത് കുറയ്ക്കും. ആൻഡ് സ്റ്റെബിലൈസസ് ആനയോണിക് ലീവിങ് ഗ്രൂപ്പ്. ഈ ആനയോണിക് ലീവിങ് ഗ്രൂപ്പിനെ സ്റ്റെബിലൈസ് ചെയ്യും, പെട്ടെന്ന് ലീവ് ചെയ്യാൻ വേണ്ടി അവരെ സ്റ്റെബിലൈസ് ചെയ്യും. അതെങ്ങനെയാണ്? ബൈ ഹൈഡ്രജൻ ബോണ്ടിങ്. ഹൈഡ്രജൻ ബോണ്ടിങ് വഴി ഈ ആനയോണിക് ഗ്രൂപ്പിനെ പെട്ടെന്ന് ലീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അതേപോലെ ഈ ന്യൂക്ലിയോഫൈലിനെ ലെസ് ന്യൂക്ലിയോഫിലിക് ആക്കും. എന്തിനാണ് ന്യൂക്ലിയോഫൈലിനെ ലെസ് ന്യൂക്ലിയോഫിലിക് ആണ്? ന്യൂക്ലിയോഫിലിക് നല്ല ആക്റ്റീവാണ്. ഇത് എന്ത് കയറി ചെയ്യും? ഇതെങ്ങനെയെങ്കിലും ഇതിൻ്റെ ബാക്ക് കൂടെ വന്ന് അറ്റാക്ക് ചെയ്തിട്ട് SN1 മെക്കാനിസത്തിന് എൻഹാൻസ് ചെയ്യും. പക്ഷെ പറ്റില്ല, സ്റ്റെറിക് ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ട്. അപ്പോൾ ആ റിയാക്ഷൻ്റെ കംപ്ലീറ്റ്ലി പ്രശ്നം വരാതിരിക്കാനാണ് എന്ത് ചെയ്യുന്നത്? നമ്മളൊരു പ്രോട്ടിക് സോൾവെൻ്റ് ആക്കുന്നത്. പ്രോട്ടിക് സോൾവെൻ്റ് എന്തൊക്കെയാണ് അതിൻ്റെ പണിയെന്ന് വെച്ചാൽ ഇറ്റ് വിൽ മേക്ക് ദ ന്യൂക്ലിയോഫൈൽ ലെസ് ന്യൂക്ലിയോഫിലിക് ആൻഡ് ഓൾസോ സ്റ്റെബിലൈസസ് ദി ആനയോണിക് ലീവിങ് ഗ്രൂപ്പ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ആനയോണിക് ഒന്നുകൂടി സ്റ്റെബിലൈസസ് ദ ലീവിങ് ഗ്രൂപ്പ് ബൈ ഹൈഡ്രജൻ ബോണ്ടിങ് എഴുതിയാലും കാര്യം മനസ്സിലാവും. അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ ഒരു കാര്യം പറയാനുള്ളത്. That is, it reduces the reactivity of nucleophile and the polar protic solvent can interact electrostatically with the nucleophile, thereby stabilizing it. അതായത് അത് ന്യൂക്ലിയോഫൈലായിട്ട് ഒരു ബോണ്ടിങ് ഉണ്ടാക്കുകയും ചെയ്യും, അതിനെ സ്റ്റെബിലൈസ് ചെയ്യുകയും ചെയ്യും. അതിൻ്റെ ഒരു റിയാക്ഷൻ എങ്ങനെയാണ് നടക്കുന്നുള്ളത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഈ ഒരു റിയാക്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, വെറുതെ കുറേ വലിച്ചു നീട്ടി പറയേണ്ട ആവശ്യമൊന്നുമില്ല. SN1 റിയാക്ഷൻ എന്തായിരുന്നു? SN1 റിയാക്ഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് യൂണിമോളിക്കുലർ ആണ്, അണ്ടർഗോ മെയിൻലി ബൈ ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡ്സ് ആണ്. പിന്നെ അത് ക്യാരിഡ് ഔട്ട് ചെയ്യുന്ന പ്രോട്ടിക് സോൾവെൻറ്റില്ല. വൈ പ്രോട്ടിക് സോൾവെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രോട്ടിക് സോൾവെൻറ്റ് മേക്ക് ദ ന്യൂക്ലിയോഫൈൽ ലെസ് ന്യൂക്ലിയോഫിലിക് ആൻഡ് ഓൾസോ സ്റ്റെബിലൈസസ് ദി കാർബോകാറ്റയോൺ ആനയോണിക് ലീവിങ് ഗ്രൂപ്പ് ബൈ ഹൈഡ്രജൻ ബോണ്ടിങ്. ആ ആനയോണിക് ലീവിങ് ഗ്രൂപ്പിനെ സ്റ്റെബിലൈസ് ചെയ്യും ഹൈഡ്രജൻ ബോണ്ട് വഴി, ആൻഡ് ദെർഫോർ എൻഹാൻസസ് ദ റിയാക്ഷനെ എൻഹാൻസ് ചെയ്യും.
പിന്നെ ഇതൊരു 2 സ്റ്റെപ്പ് പ്രോസസ്സാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് അതായത് കാർബോകാറ്റയോൺ ഫോം ചെയ്യുന്ന സ്റ്റെപ്പാണ് ഇതിൻ്റെ സ്ലോ സ്റ്റെപ്പ് ആൻഡ് ഇറ്റ്സ് എ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. സിൻസ് ദിസ് ഇസ് ദ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പുമാണ് ആയതുകൊണ്ട് ഇതാണ് ഇതിൽ ഒരൊറ്റ ഇറ്റ് ഡിപ്പെൻസ് ഓൺലി അപ്പോൺ ദ ഡിപ്പെൻസ് ഓൺലി അപ്പോൺ ദ കോൺസെൻട്രേഷൻ ഓഫ് ദിസ് ടെർഷ്യറി ആൽക്കൈൽ ബ്രോമൈഡ്. അതുകൊണ്ട് തന്നെ ഇതിനെ ന്യൂക്ലിയോഫിലിക് യൂണിമോളിക്കുലാർ എന്ന് പറയുന്നു. കാര്യം മനസ്സിലായല്ലോ? വളരെ സിമ്പിളാണ്. പഠിച്ചല്ലോ അല്ലേ? അപ്പം ഇനി നമ്മൾ അടുത്ത 2 റിയാക്ഷൻ മെക്കാനിസത്തിലേക്ക് പോകണം. നമ്മൾ പറഞ്ഞു ദാറ്റ് ഇസ് ഹാലോ ആൽക്കെയിൻസ് ക്യാൻ മെയിൻലി undergo 3 types of chemical reaction. One is nucleophilic substitution, second one then elimination, and third one the reaction with metals. അപ്പോൾ ഇതൊന്നും നമ്മൾ കംപ്ലീറ്റ് ചെയ്തേക്കാം. ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് ടെക്സ്റ്റ് കാണൊരു വലിയൊരു ഏരിയ റെസിമൈസേഷൻ, ചിറാൽ അല്ലെങ്കിൽ ഖൈറാൽ എന്നൊക്കെ പറഞ്ഞിട്ട് അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അത് എടുക്കുക ഒരു ടോപ്പിക്കായിട്ട്. അപ്പോൾ ആദ്യം ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തേക്കാം കേട്ടോ. അപ്പം നെക്സ്റ്റ് റിയാക്ഷനാണ് എലിമിനേഷൻ റിയാക്ഷൻ. എലിമിനേഷൻ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എലിമിനേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതൊക്കെ പഠിക്കാൻ എളുപ്പമാണ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട നമുക്ക് കൺവേർഷൻസിൽ, അതായത് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് നിങ്ങളോട് അതെങ്ങനെ അടുത്ത പ്രൊഡക്റ്റ് ആക്കുമെന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സിൽ വന്നേക്കണം. അപ്പോൾ എന്താണ് എലിമിനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞേക്കാം. അതായത് ഇപ്പം ഞാൻ ഈ ഒരു റിയാക്ഷൻ ഇതെഴുതുകയാണ്, ഒരു എക്സാമ്പിൾ എഴുതി തരാം. ഇത് നമുക്കറിയാം എത്തല്ലേ, ഏതോ ഹാലോ ഈത്തേനാണ്, അതായത് 2 കാർബൺ. ഇതിൽ ഇത് ഹാലോജൻ ആറ്റം അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണ് ആൽഫ എന്നും ആൻഡ് അതിൻ്റെ തൊട്ടടുത്തുള്ള കാർബൺ ആറ്റം ബീറ്റ കാർബൺ ആറ്റം എന്നും പറയും. ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഇനി ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കാർബൺ ഉണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ ബീറ്റ കാർബൺ ആറ്റം എന്ന് പറയും. അതായത് ഹാലോജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റത്തിന് ആൽഫ കാർബൺ ആറ്റം, അതിൻ്റെ തൊട്ടടുത്തുള്ളതിന് ബീറ്റ കാർബൺ ആറ്റം എന്നും പറയും. അപ്പം ശ്രദ്ധിച്ചോളൂ, when a haloalkane with a beta hydrogen atom, കേട്ടോ, ബീറ്റ കാർബണിൻ്റെ മുകളിലുള്ള ഹൈഡ്രജൻ നമ്മൾ ബീറ്റ ഹൈഡ്രജൻ ആറ്റം എന്ന് പറയും. അപ്പോൾ ബീറ്റ ഹൈഡ്രജൻ ആറ്റം ഈസ് ഹീറ്റഡ് വിത്ത് ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, ആൽക്കഹോളിക് KOH. There is an elimination of hydrogen atom from the beta carbon atom and the halogen atom from the alpha carbon atom. അതായത് ബീറ്റ ഹൈഡ്രജൻ ആറ്റം ഉള്ള ഒരു ഹാലോ ആൽക്കീനെ നമ്മൾ ആൽക്കഹോളിക് പൊട്ടാഷ്യം വെച്ച് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഹൈഡ്രജൻ, അതായത് ബീറ്റ കാർബൺ ആറ്റത്തിലുള്ള ഹൈഡ്രജൻ ആറ്റം, അത് ഏതോ ആവട്ടോ, ഹൈഡ്രജൻ ആറ്റവും ആൽഫ കാർബൺ ആറ്റത്തിലുള്ള ഹാലജനും കൂടെ എന്ത് പറ്റും, എലിമിനേറ്റ് ചെയ്തിട്ട് വി വിൽ ബി ഗെറ്റിംഗ് ആൻ ആൽക്കീൻ. നമുക്ക് എന്ത് കിട്ടും, ഒരു ആൽക്കീനെ കിട്ടും. ആൽക്കീനെ കിട്ടാൻ സിമ്പിൾ അല്ലതാ, ഇവിടെ ഉള്ള ആളും പോയി ഇവിടെ ഉള്ള ആളും പോയി, അപ്പോൾ എന്തായി, ഈ ബോണ്ട് എന്തായി, ഇവിടെ ഒരു ബോണ്ട് ഉണ്ടാവും, അതാണ് ആൽക്കീൻ. സോ വാട്ട് ഈസ് എലിമിനേഷൻ, അല്ലെങ്കിൽ ഇതിനെ പറയുന്ന പേരാണ് ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ. എന്തുകൊണ്ട്, ബീറ്റ ഹൈഡ്രജൻ ആറ്റം എലിമിനേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. സോ വെൻ എ ഹാലോ ആൽക്കെയിൻ വിത്ത് എ ബീറ്റ ഹൈഡ്രജൻ ആറ്റം ഈസ് ഹീറ്റഡ് വിത്ത്, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ, ഇത് ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, the hydrogen atom from the beta position and the halogen atom from the alpha position is eliminated and we get an alkene. നമുക്ക് എന്ത് കിട്ടും, ആൽക്കീൻ. ഇതിലൊരു ബീറ്റ ഹൈഡ്രജൻ ആറ്റമാണ് പോകുന്നത് കൊണ്ട് ഇതിനെ പറയുന്ന പേരാണ് ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ എന്ന്. ഇനിയിപ്പോൾ സെയിം ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാം, ബ്രോമോ ഈത്തേനെ നിങ്ങൾ എങ്ങനെ എത്തീനാക്കി കൺവേർട്ട് ചെയ്യും? ബ്രോമോ ഈത്തേന് ബ്രോമോ ഈത്തേൻ, ഇവിടെ എക്സിന് പകരം ബ്രോമോണ്, നിങ്ങൾ എന്ത് ചെയ്യണം, ആ ബ്രോമോ ഈത്തേനെ ആൽക്കഹോളിക് പൊട്ടാഷ്യായിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് നടക്കും, റിയാക്ഷൻ നടന്നിട്ട് അവിടെ എന്ത് കിട്ടും, ആൽക്കീൻ കിട്ടും. കണ്ടോ? ഇനി ഇനി വേറൊരു റിയാക്ഷനും കൂടെ കാണിച്ചു തരാം കേട്ടോ. CH3 CH2 CHBr CH2 CH3. ഇതാ ഈ ഒരു റിയാക്ഷൻ നോക്കിക്കേ. ഇവിടെ ഇപ്പം നോക്കുമ്പോൾ
കാണുന്നുണ്ടോ ഈ റിയാക്ഷൻ? ഒരു മിനിറ്റ്. ഓക്കെ, ഇതാ ഇവിടെ എന്താ CH3 CH2 CHBr CH2 CH3. ഇതൊരു സിമ്മട്രിക്കാല, ഇപ്പുറത്തും CH2 CH3 ഇവിടെയും. അപ്പോൾ ഇതൊന്ന് നോക്കി നോക്കൂ. ഇവിടെ ഇതാണ് ആൽഫ, ഇതിന് ഇവിടെ ഒരു ബീറ്റ, ഇവിടെ ഒരു ബീറ്റ അല്ലേ? തൊട്ടടുത്തുള്ള കാർബൺ ആറ്റത്തിന് രണ്ടിനും നമ്മൾ ബീറ്റ എന്നല്ലേ പറയാം. അപ്പോൾ ഇവിടെയും ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, ഇവിടെയും ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. പക്ഷേ ഈ ഒരു കേസിൽ ഇപ്പോൾ എവിടുന്ന് ഹൈഡ്രജൻ ആറ്റം പോയാലും, ഇപ്പോൾ ഇവിടുന്ന് ഞാൻ ഹൈഡ്രജൻ ആറ്റത്തിന് പോവുകയെന്ന് വിചാരിക്കാം. ഇപ്പോൾ CH3 CH ഡബിൾ ബോണ്ട് CH CH2 CH3 കിട്ടി. ഇനിയിപ്പോൾ നോക്കുക, ഇവിടെ നിന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നു, എന്നാൽ പിന്നെ ഇവിടുന്ന് പോയിക്കൂടെ? അപ്പോൾ എന്താ കിട്ടുക നോക്കുക, CH3 CH2 CH ഡബിൾ ബോണ്ട് CH CH3 രണ്ടും ഒരാൾ തന്നെയല്ലേ അതെ? 1 2 3 4 5. അപ്പോൾ എന്താ, മെത്തേത്ത് പ്രോപ്പർ ബ്യൂട്ട് പെൻറ്റ് 2ഈനാണ്. ഇതും എന്താണ്, മെത്തേത്ത് പ്രോപ്പർ ബ്യൂട്ട് പെൻറ്റ്. ഇവിടെ നിന്നല്ലേ കൗണ്ട് ചെയ്യുക, കാരണം ലോവസ്റ്റ് നമ്പർ ഡബിൾ ബോണ്ടിന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതും പെൻറ്റ് 2ഈനാണ്. അപ്പോൾ ഇങ്ങനത്തെ കോമ്പൗണ്ടിൽ ഇതൊരു പ്രശ്നമല്ല, കണ്ടോ? കിട്ടുന്ന പ്രോഡക്റ്റ് സെയിം തന്നെയാണ്. ബട്ട് ഇനിയിപ്പോൾ ഇങ്ങനത്തെ ഒരു കോമ്പൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക, CH3 CH2 CHX CH3. ഇവിടെ ഒന്ന് നോക്കിക്കേ, ഇവിടെ ഇതാണ് ആൽഫ കാർബൺ ആറ്റം ടു വിച്ച് ദ ഹൈഡ്രോജൻ ആറ്റം ഹാലോജൻ ആറ്റം ഇസ് അറ്റാച്ച്. ഇത് ബീറ്റ, ഇത് ബീറ്റ. അപ്പോൾ ദർ ഇസ് എ ചാൻസ് ഓഫ് ലീവിങ് ദ ഹൈഡ്രോജൻ ആറ്റം ഫ്രം 2 ബീറ്റ. ഏതെന്ന് വേണമെങ്കിൽ പോവാം. സോ ദർ വിൽ ബി എ കോമ്പിനേഷൻ ഓഫ് 2 പ്രോഡക്റ്റ്, 2 പ്രോഡക്ട്സ് ഉണ്ടാവും. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റത്തെ CH3 അങ്ങനെ തന്നെ അല്ലേ? രണ്ടാമത്തേൽ ഇവിടുത്തെ ഒരു ഹൈഡ്രോജൻ, ഇവിടുത്തെ ഒരു എച്ചും പോയി. അപ്പോൾ എന്താ എടുക്കുക, അവിടെ എന്തുണ്ടാവും, CH ഡബിൾ ബോണ്ട് CH CH3. ഇതൊരു പ്രോഡക്റ്റ്. രണ്ടാമത്തെ പ്രോഡക്റ്റ് ചെയ്തിരിക്കുന്ന അറിയോ? ഇനി അടുത്ത കേസിൽ ഇവിടുന്ന് ഒരു എക്സ്, ഇവിടുന്ന് ഒരു എച്ചും ഇവിടുന്ന് ഒരു എക്സും പോവുക. അപ്പോൾ എന്ത് കിട്ടും, CH3 CH2 CH ഡബിൾ ബോണ്ട് CH2. ഇതെന്താ, മെത്ത് പ്രോപ്പർ ബ്യൂട്ട് അല്ലേ? ബ്യൂട്ട് 2ഈനെന്നും ഇത് മെത്ത് പ്രോപ്പർ ബ്യൂട്ട് 1ഈൻ, ബ്യൂട്ടീൻ എന്ന് പറഞ്ഞാലും മതി. അപ്പോൾ ഇങ്ങനെ 2 പ്രൊഡക്റ്റ് കിട്ടി. അപ്പോൾ അവിടെ വന്നു ഏതായിരിക്കും മേജർ പ്രൊഡക്റ്റ്. അപ്പം സെയ്റ്റ്സഫ് എന്ന് പറഞ്ഞ ഒരു സയൻറ്റിസ്റ്റ് പറഞ്ഞു, എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇഫ് ഈ ഒരു റിയാക്ഷനെ നമ്മൾ ഈ ഒരു പേരുണ്ട് കേട്ടോ, ഡീഹൈഡ്രോ ഹാലോജനേഷൻ. എന്തുകൊണ്ടാണ്? ഒരു ഹൈഡ്രജനും ഹാലോജനെയും നമ്മൾ ഒഴിവാക്കുകയാണ്, ഡീഹൈഡ്രോ ഹാലോജനേഷൻ. ഹൈഡ്രജനെയും ഹാലോജനെയും ഒഴിവാക്കുന്നതുകൊണ്ട് ഈ ഒരു റിയാക്ഷന് പറയുന്ന വേറൊരു പേരുമാണ് ഡീഹൈഡ്രോ ഹാലോജനേഷൻ. അപ്പോൾ സെയ്റ്റ്സഫ് പറയാണ്, ഇൻ ഡീഹൈഡ്രോ ഹാലോജനേഷൻ റിയാക്ഷൻ the preferred product is alkene which has greater number of alkyl group attached to the double bond. സെയ്റ്റ്സഫ് പറഞ്ഞു, ഇങ്ങനെ ഒരു നമ്മളൊരു ബീറ്റ എലിമിനേഷൻ നടക്കുമ്പം മേജർ പ്രൊഡക്റ്റ് ഏതായിരിക്കും എന്ന് വെച്ചാൽ ഡബിൾ ബോണ്ട് വിച്ച് ഈസ് മോർ ആൽക്കൈലേറ്റഡ്, കൂടുതൽ ആൽക്കൈലേറ്റ് ചെയ്ത ഡബിൾ ബോണ്ട്, അതായത് കാർബൺ, ഇത് രണ്ടുമാണല്ലോ ഡബിൾ ബോണ്ട് ഉള്ള കാർബൺ. ഈ 2 കാർബണും ഏതിനാണ് കൂടുതൽ ആൽക്കൈലേഷൻ വരുന്നത്? ഇവിടെ കണ്ടോ, ഈ കാർബണും ആൽക്കൈലേറ്റഡ് ആണ്, ഈ കാർബണും ഇവിടെയും ആൽക്കൈലേറ്റഡ് ആണ്. പക്ഷേ ഈ ഒരു കോമ്പൗണ്ടിൽ നോക്കൂ, ഇവിടെ ഈ കോമ്പൗണ്ടിന് ആൽക്കൈലേറ്റഡ് അല്ല അല്ലേ? ഈ കാർബൺ ഇവിടെ ആരും ഇല്ലല്ലോ, പക്ഷേ ഈ ഒരു ഡബിൾ ബോണ്ട് ആൽക്കൈലേറ്റഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ മേജർ പ്രൊഡക്റ്റ് ആരായിരിക്കും? ഇവരായിരിക്കും. ഒരു 91%. റിമൈനിങ് മാത്രമേ ഇതെന്തുണ്ടാവുള്ളൂ, ഇവർ ഉണ്ടാവത്തുള്ളൂ. എന്തുകൊണ്ടാണ്? സെയ്റ്റ്സഫ് പറഞ്ഞു, അതായത് in dehydrohalogenation reaction the preferred product is alkene which is greater number of alkyl group attached to the doubly bonded carbon. Greater number of alkyl group attached to the doubly bonded carbon. ഇവിടെ കണ്ടോ, ഇവിടെ CH3 ഉണ്ട്, ഇവിടെ ഇത് ആൽക്കൈലേറ്റഡ് ആയിട്ടുള്ള കാർബൺ. ഇവിടെ നോക്കൂ, ഈ ഡബിൾ ബോണ്ട് ചെയ്ത കാർബണിൽ ഇവിടെ ആരുമില്ല, പക്ഷേ ഇവിടെ ഉണ്ടെന്ന് വെച്ചിട്ട് അല്ല, 2 കാർബൺ ആറ്റത്തിനെയും കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഡീഹൈഡ്രോ ഹാലോജനേഷൻ അല്ലെങ്കിൽ ബീറ്റ എലിമിനേഷനിൽ പറയാനുള്ളത്. അതായത് ബീറ്റ എലിമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എലിമിനേഷൻ റിയാക്ഷൻ ഓഫ് ഹാലോ ആൽക്കീൻസ് ടേക്ക് പ്ലേസ് ഇൻ ദ പ്രസൻസ് ഓഫ് ആൽക്കഹോളിക് KOH. അപ്പോൾ എന്ത് പറ്റും? ബീറ്റ
കാർബൺ ആറ്റത്തിലുള്ള, അതായത് ബീറ്റ ഹൈഡ്രജൻ ആറ്റം ഈ ഹാലൈഡുമായിട്ട് റിമൂവ് ചെയ്ത് പോയിട്ട് നമുക്ക് ആൽക്കീൻ കിട്ടും. സിമെട്രിക്കൽ ആയിട്ടുള്ള കോമ്പൗണ്ട്സിൽ നമുക്കൊരു പ്രശ്നവുമില്ല, കാരണം ഒറ്റ പ്രൊഡക്റ്റേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ അൺസിമെട്രിക്കലായിട്ട് വരുന്നതിൽ രണ്ട് ബീറ്റ ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അപ്പം രണ്ട് ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് കിട്ടും. ആ പ്രൊഡക്റ്റ് കിട്ടുന്ന സമയത്താണ് സെയ്റ്റ്സഫ് പറഞ്ഞത് ദ മേജർ പ്രൊഡക്റ്റ് വിൽ ബി മോർ ദെൻ വിച്ച് ദ ഡബിളി ബോണ്ടഡ് കാർബൺ ആറ്റം വിച്ച് ഇസ് അറ്റാച്ച് ടു മോർ ആൽക്കൈൽ ഗ്രൂപ്പ്. മറ്റേത് കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇതാണ് നമുക്ക് ബീറ്റ എലിമിനേഷനിൽ പറയാനുള്ളത്. മനസ്സിലായല്ലോ? ഇതന്നെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പല രീതിയിൽ കൺവേർഷനിലാണ് ചോദിക്കുക. അപ്പോൾ നിങ്ങളുടെ നോട്ട് ചെയ്ത് വെച്ചേക്കുക, അതായത് ഹാലോജൻ ആൽക്കീനാക്കാൻ ആൽക്കഹോളിക് പൊട്ടാഷ്യം വെച്ച് ചെയ്താൽ മതി. അത് മനസ്സിലങ്ങ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പം നെക്സ്റ്റ് റിയാക്ഷനിൽ പോകുക, ദാറ്റ് ഇസ് റിയാക്ഷൻ വിത്ത് മെറ്റൽസ് ആണ്. അടുത്ത റിയാക്ഷൻ എന്ന് പറയുന്നത് റിയാക്ഷൻ വിത്ത് മെറ്റൽസ്. ഇപ്പോൾ റിയാക്ഷൻ വിത്ത് മെറ്റൽസ് ഇറ്റ്സ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ ഓഫ് ആൽക്കലൈൽ. കാരണം ഈ ഒരു റിയാക്ഷൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പല കോമ്പൗണ്ട്സിനെയും നമുക്ക് കൺവേർട്ട് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും. മോസ്റ്റ് ആയിട്ടുള്ള ഓർഗാനിക് ഹാലൈറ്റ്സ്, അതായത് RX എന്ന് പറഞ്ഞാൽ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ക്യാൻ റെഡിലി റിയാക്ട് വിത്ത് മെറ്റൽസ്. സർട്ടൻ മെറ്റൽ, ചില മെറ്റൽസ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് ദേ വിൽ ഫോം കാർബൺ മെറ്റൽ ബോണ്ട് ഫോം ചെയ്യും. ദാറ്റ് ഈസ് ഹാലോ ആൽക്കെയിൻസ് react with certain metals to produce a carbon metal bond. നമ്മുടെ ആൽക്കൈൽ ഹാലൈഡ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, മെഗ്നീഷ്യം മെറ്റലായിട്ട് റിയാക്ട് ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ. ഈ ഇൻ പ്രസൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ ടു പ്രൊഡ്യൂസ് ആൽക്കൈൽ മെഗ്നീഷ്യം ഹാലൈഡ്. കണ്ടോ, എന്ത് ചെയ്യും? Mgയും കൂടെ ഈ കാർബൺ ആയിട്ട് ബോണ്ട് ചെയ്തിട്ട് ആൽക്കൈൽ മെഗ്നീഷ്യം ഹാലൈഡ് ഫോം ചെയ്യും. ഈ ഒരു റിയാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓർ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഓർഗനോമെറ്റാലിക് കോമ്പൗണ്ട്. കണ്ടോ, ഓർഗനോമെറ്റാലിക് കോമ്പൗണ്ട്. ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ ഒരു മെറ്റൽ വരുന്നത്, ഇതിനാണ് എന്ത് പറയുക? ഓർഗനോമെറ്റാലിക് കോമ്പൗണ്ട്. ദാറ്റ് ഇസ് റിയാക്ഷൻ വിത്ത് മെറ്റൽസ്. ആൽക്കൈൽ ഹാലൈഡ് റിയാക്ട് വിത്ത് മെഗ്നീഷ്യം ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ ടു പ്രൊഡ്യൂസ് ആൽക്കൈൽ മെഗ്നീഷ്യം ഹാലൈഡ് ആൻഡ് ഇറ്റ് ഇസ് നോൺ ആസ് ഓർഗനോമെറ്റാലിക് കോമ്പൗണ്ട്. ഈ ഒരു കോമ്പൗണ്ടിനെ പറയുന്ന പേരാണ് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്. ബിക്കോസ് ഇറ്റ് വാസ് ഫൗണ്ട് ബൈ ഗ്രിഗ്നാർഡ് എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ചുകൊണ്ട് ഈ ഒരു റിയേജൻ്റെ പേരാണ് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്. ഇറ്റ്സ് വൺ ഓഫ് വെരി ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോമ്പൗണ്ടാണ്. ഇനി ഈ ഗ്രിഗ്നാർഡ് റിയേജനെ കുറിച്ച് കുറച്ച് കാര്യം പറയേണ്ടതാണ്. ഇത് RMgX. ഇതിൽ ഈ MgX എന്ന് പറഞ്ഞ ബോണ്ട്, MgX ബോണ്ട് ഇസ് അയോണിക്. എന്തുകൊണ്ട് അയോണിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹാലോജൻസ് ആർ ഇലക്ട്രോ നെഗറ്റീവ്. സോ ഇറ്റ് ഈസ് ഹാവ് എ ഗ്രേറ്റർ ടെൻഡൻസി ടു ആക്സെപ്റ്റ് ഇലക്ട്രോൺ. അപ്പോൾ എന്താണ്, അതിനൊരു സ്ലൈറ്റ് നെഗറ്റീവ് ചാർജ് ഉണ്ട്. മെഗ്നീഷ്യം എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള എലിമെൻ്റ് ആണ്. സോ MgX ഇസ് അയണിക് ബോണ്ട് ബിക്കോസ് ദർ ഇസ് എൻ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ്. ഒരു ഇലക്ട്രോ നെഗറ്റിവിറ്റീൻ്റെ ഡിഫറൻസ് ഉണ്ട് ബിറ്റ്വീൻ ദ മെഗ്നീഷ്യം വിച്ച് ഇസ് ഇലക്ട്രോ പോസിറ്റീവ് ആൻഡ് ഹാലോജൻ വിച്ച് ഇസ് ഇലക്ട്രോ നെഗറ്റീവ്. ഇനി ഈ RMg ബോണ്ട് കൺസിഡർ ചെയ്യുമ്പം Mg നമുക്കറിയാം പോസിറ്റീവാണ്, ഇലക്ട്രോ പോസിറ്റീവ് എലിമെൻറ്റ്സ് അല്ലേ മെറ്റൽസ്. ആൻഡ് ദിസ് ആൽക്കൈൽ ഓർ ദ കാർബൺ ഇസ് ഹാവിങ് എ സ്ലൈറ്റ് നെഗറ്റീവ് ചാർജ്. കാരണം മെഗ്നീഷ്യം ഇലക്ട്രോ പോസിറ്റീവ് ആണ്, അപ്പോൾ എന്താണ്? ഇലക്ട്രോ നെഗറ്റീവ്. അപ്പോൾ ദേ ഹാവ് എ സ്ലൈറ്റ് നെഗറ്റീവ് ചാർജ്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് ഇങ്ങനെ എഴുതുമ്പോൾ നെഗറ്റീവ്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു ബോണ്ടിങ്ങിൻ്റെ നേച്ചർ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഹൈലി റിയാക്റ്റീവാണ്. ഇത് വളരെ റിയാക്റ്റീവാണ്. ആൻഡ് റിയാക്ട് വിത്ത് എനി സോഴ്സ്, ഏതൊരു സോഴ്സുമായിട്ട് റിയാക്ട് ചെയ്യും. വിച്ച് ക്യാൻ പ്രൊവൈഡ് എ പ്രോട്ടോൺ. ഇതിനൊരു പ്രോട്ടോൺ കൊടുക്കാൻ പറ്റിയ ആരെ കൂട്ടത്തിലും ഇവർ റിയാക്ട് ചെയ്തിട്ട് ദേ വിൽ ഡയറക്റ്റ്ലി പ്രൊഡ്യൂസ് ഹൈഡ്രോ കാർബൺ. ഇവരെന്ത് പ്രൊഡ്യൂസ് ചെയ്യും? They will produce hydrocarbon. That is, Grignard reagent can react with any source which can provide a proton. പ്രോട്ടോണിന് കൊടുക്കാൻ പറ്റിയ
ഏതൊരു സോഴ്സിൻ്റെ കൂടെ റിയാക്ട് ചെയ്തിട്ട് ദേ വിൽ പ്രൊഡ്യൂസ് ഹൈഡ്രോ കാർബൺ. അതായത് വാട്ടറായിട്ട് റിയാക്ട് ചെയ്യും, ആൽക്കഹോൾസ് ആയിട്ട് റിയാക്ട് ചെയ്യും. നമുക്കറിയാം ആൽക്കഹോൾസ് എന്ന് പറയുന്നത് ROH. അപ്പോൾ അവർക്ക് ആൽക്കഹോൾസ് ആയിട്ട് റിയാക്ട് ചെയ്യുക. അതായത് ROH, നമുക്കറിയാം H+ ഉണ്ട് അല്ലേ. അപ്പോൾ പ്രോട്ടോണിന് കൊടുക്കാൻ പറ്റുന്ന ആരായിട്ടും, അതേപോലെ തന്നെ എമൈൻസ് ആയിട്ട് RNH2 എമൈൻസ് ആയിട്ടും ഇവർക്ക് റിയാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം നമ്മൾ. ഇതാ RMgX പ്ലസ് H2O. H2O എന്ന് പറഞ്ഞാൽ നമുക്കറിയാം H+ഉം OH- ആണ് അല്ലേ. അപ്പോൾ എന്ത് കിട്ടും? RH എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ CH3 പാലോയ്ക്കുക, CH3 MgBr പ്ലസ് H2 gives CH4. അതാണ് ഈ RH എഴുതുന്നത്. പ്ലസ് MgOHX, that is പ്ലസ് MgOH Br. എന്ത് കിട്ടി? ആൽക്കെയിനെ കിട്ടി. അപ്പം ദിസ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് മെത്തേഡ്. അവിടെ തന്നെ നോട്ട് ചെയ്ത് വെക്കുക, അതിൻ്റെ സൈഡിൽ എഴുതുക. ബെസ്റ്റ് മെത്തേഡ് ടു കൺവേർട്ട് ഹാലൈഡ് ടു ആൽക്കെയിൻ. ഹാലൈഡ്സിനെ ആൽക്കെയിനായിട്ട്, അതായത് ആൽക്കൈൽ ഹാലൈഡ്സിനെ ആൽക്കെയിനാക്കി മാറ്റാൻ പറ്റിയ നല്ലൊരു റിയേജൻ്റാണ്. ദ എക്സാമ്പിൾ നോക്കൂ. ഹൗ യു കൺ കൺവേർട്ട് ബ്രോമോ ഈതെയിൻ ടു ഈതെയിനിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നു. അപ്പം നമുക്ക് മനസ്സിൽ വരണം, ഇതിനെയും നമ്മൾ Mg ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ വെച്ച് റിയാക്ട് ചെയ്താൽ നമുക്ക് CH3CH2 MgBr കിട്ടും. ഈ CH3CH2 MgBrനെ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ വി വിൽ ഗെറ്റ് CH3CH3. കണ്ടോ, ഏതൊരു പ്രൊഡക്റ്റും നമുക്ക് കിട്ടാനുള്ള ഒരു എളുപ്പ വഴിയാണ്. അതായത് ബ്രോമോ ആൽക്കെയിനെ നമ്മൾ ആൽക്കെയിനാക്കി കൺവേർട്ട് ചെയ്ത് ആദ്യം മെഗ്നീഷ്യം വെച്ച് ഡ്രൈ ഈതറിൽ ട്രീറ്റ് ചെയ്തപ്പോൾ ആൽക്കൈൽ മെഗ്നീഷ്യം ഹാലൈഡ് കിട്ടി. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടി? ആൽക്കീനെ കിട്ടി. മനസ്സിലായല്ലോ? ഇതാണ് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്. ഇനി റിയാക്ഷൻ വിത്ത് മെറ്റലിൽ ഒരു ഇമ്പോർട്ടൻറ്റ് റിയാക്ഷനും കൂടെ പറയാനുണ്ട്. അതാണ് വേർഡ്സ് റിയാക്ഷൻ. എന്താണ് വേർഡ്സ് റിയാക്ഷൻ? വേർഡ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത റിയാക്ഷൻ. ഓരോ റിയാക്ഷൻ പറയുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നുണ്ട്. അറിഞ്ഞിരിക്കുക, പഠിച്ചിരിക്കുക, അപ്ലൈ ചെയ്യാൻ പറ്റണമെങ്കിൽ. ഇനി ആൽക്കൈൽ ഹാലൈഡ്, ഇപ്പം നമ്മൾ പറഞ്ഞു മെറ്റൽസ് ആയിട്ടുള്ള മെഗ്നീഷ്യത്തിൻ്റെ റിയാക്ഷൻ ഗ്രിഗ്നാർഡ് റിയേജൻ. ഇനി ഇതേപോലെ തന്നെ ആൽക്കൈൽ ഹാലൈഡ് റിയാക്ട് വിത്ത് സോഡിയം. ഇതൊക്കെ നമുക്ക് കൺവേർഷൻ ആവശ്യമാണ്. സോഡിയം ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ, presence of dry ether to give an alkane with double the number of carbon atom present in the halide. അതായത് ആൽക്കൈൽ ഹാലൈഡ് സോഡിയവുമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻ ദ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ നമുക്കൊരു ആൽക്കെയിൻ കിട്ടുകയാണ്. ഡബിൾ ദ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദ ആൽക്കൈൽ ഹാലൈഡ്. ഇതിപ്പോൾ CH3, ഇതാ എക്സാമ്പിൾ തന്നെ പറഞ്ഞുതരാം. How you can convert CH3Br to CH3. ഇപ്പം നിങ്ങളോട് CH3നെ CH4 ആക്കി കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്കറിയായിരുന്നു. ആദ്യം നമ്മൾ ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ആക്കി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമായിരുന്നു. ഇവിടെ നോക്കൂ, ഇവിടെ ഒരു CH3 ഉള്ള പ്രോഡക്റ്റിൽ 2 CH3 വേണം. ഇങ്ങനെയുള്ള കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ എന്ത് ചെയ്യും? CH3Brനെ Na വെച്ച് സോഡിയം വെച്ച് ട്രീറ്റ് ചെയ്യുക. ആരെ പ്രസൻസിൽ? ഡ്രൈ ഈത്തറിൽ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇത് പ്രോഡക്റ്റ് വിത്ത് 2 കാർബൺ ആറ്റം. ഇനി 2 കാർബൺ ആറ്റം ഉള്ള പ്രോഡക്റ്റ് നിങ്ങളോട് ഒരു കോമ്പൗണ്ട് തന്നിട്ട് നിങ്ങളോട് ഇതിനെ 4 എണ്ണമുള്ള പ്രൊഡക്റ്റ് ആക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾ എന്ത് ചെയ്യുക? സോഡിയം വെച്ച് ട്രീറ്റ് ചെയ്യുക. സോഡിയം വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈത്തർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്വസ്റ്റ്യനിൽ തന്നതിനെക്കാട്ടും ട്വൈസ് ദ നമ്പറുള്ള എന്ത് കിട്ടും? പ്രൊഡക്റ്റ് കിട്ടും. ഈ ഒരു റിയാക്ഷന് പറയുന്ന പേരാണ് വേർഡ്സ് റിയാക്ഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്. ആൽക്കൈൽ ഹാലൈഡ് റിയാക്ട് വിത്ത് സോഡിയം ഇൻ ഡ്രൈ ഈതർ ടു ഗിവ് ഹൈഡ്രോകാർബൺ കണ്ടെയ്നിങ് ഡബിൾ ദ നമ്പർ ഓഫ് കാർബൺ ആറ്റം പ്രസൻറ്റ് ഇൻ ദ ഹാലൈഡ്. ദിസ് റിയാക്ഷൻ ഇസ് നോൺ ആസ് വേർഡ്സ് റിയാക്ഷൻ. കാര്യം മനസ്സിലായോ? അപ്പോൾ നമ്മളിന്ന് എന്തൊക്കെയാണ് പറഞ്ഞത്?
അപ്പം നമ്മളതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് യൂണിമോളിക്കുലാറിൽ എന്തൊക്കെ പറഞ്ഞു, ഒരു 1 സ്റ്റെപ്പ് പ്രോസസ്സാണ്, ടെർഷ്യറി ഹലൈഡ്സ് ആണ് ക്യാരി ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞു. പിന്നെ ഇതിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് റീഡിറ്റർമിനിങ് സ്റ്റെപ്പ്, അതൊരു സ്ലോ സ്റ്റെപ്പാണ്, ഫോർമേഷൻ ഓഫ് കാർബോകാറ്റയോൺ എന്നുള്ളത് പറഞ്ഞു. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഹൗ ദ പൊളാരിറ്റി എഫക്റ്റ് SN2, അതായത് പോളാർ എന്തിനാണ് പ്രോട്ടിക് സോൾവൻസിൽ യൂസ് ചെയ്യുന്നത്. ദെൻ എലിമിനേഷൻ റിയാക്ഷൻ, അതിനെ തന്നെ പറയും നമ്മൾ ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു, അതായത് ആൽഫ കാർബണാറ്റം ബീറ്റ കാർബണാറ്റം എലിമിനേഷൻ നടക്കുമ്പം സേറ്റ്സെഫ് പറഞ്ഞു. ദ കോമ്പൗണ്ട് വിച്ച് ഇസ് മോർ ആൽക്കൈലേറ്റഡ് ആണ് മേജർ പ്രൊഡക്റ്റ്. ദെൻ കംസ് ദി മൈനർ, അടുത്തത് മൈനർ പ്രൊഡക്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു റിയാക്ഷൻ വിത്ത് മെറ്റൽസ് ആണ്, അതിൽ ഓർഗനോ മെറ്റാലിക് കോമ്പൗണ്ട്സ് ഉണ്ടാവുന്നത് പറഞ്ഞു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓർഗനോ മെറ്റാലിക് കോമ്പൗണ്ട്സ്, അവർ പറയുന്ന പേരാണ് RNGX ഗ്രിഗ്നാർഡ് റിയേജൻ്റ് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അതിൻ്റെ ഒരു കൺവേർഷൻസ് ഒക്കെ കാണിച്ചു. ഇറ്റ്സ് ദ ബെസ്റ്റ് മെത്തേഡ് ടു കൺവേർട്ട് ഹാലൈറ്റ്സ് ടു ആൽക്കീൻ എന്ന് പ്രത്യേകം നോട്ട് ചെയ്യാൻ പറഞ്ഞു. ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ദി ഫൈനൽ റിയാക്ഷൻ വാസ് വേർഡ്സ് റിയാക്ഷൻ, അതായത് ഡബിൾ ദ നമ്പർ ഓഫ് കാർബൺ ആറ്റമുള്ള പ്രൊഡക്റ്റ് കിട്ടും നമ്മുടെ ആൽക്കൈൽ ഹാലൈഡിനെക്കാട്ടും. ഇത്രയുമാണ് ഈ ഒരു ടോപ്പിക്കിൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഹാലോ ആൽക്കീനിൽ പറയാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ, അതായത് നമ്മുടെ കൈറാല് എക്കൈറാല് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയും നല്ലോണം തറവാക്കി പഠിക്കുക. ഓക്കെ, താങ്ക് യു.